പ്രിയമുള്ള സഹപാഠികളെ, കുടുംബാംഗങ്ങളെ, ഇപ്പോൾ നിങ്ങളെല്ലാവരെയും നമ്മളെ സെക്രട്ടറി ഹാർദമായി സ്വാഗതം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളെ മറ്റ് പരിപാടികളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്യാപ്ഷൻ തന്നെ കാണാം, ചേർന്നിരിക്കാം ബെഞ്ചിലെ ആ നല്ല ഓർമ്മകളുമായി. ആ ബെഞ്ചിലെ നല്ലൊരു ഓർമ്മകളുമായി ഞങ്ങളിപ്പോൾ 5 വർഷത്തോളമായി ഈ കൂട്ടായ്മ മുന്നേറുന്നു. ഒപ്പം തന്നെ പഴയ സ്കൂൾ BMS സ്കൂളിലെ ക്ലാസ് റൂമിലെ കളിയും ചിരിയും പരിഭവവും ചെറിയ പിണക്കങ്ങളുമൊക്കെ ആയിക്കൊണ്ട് തന്നെ ഏകദേശം 1 മാസത്തോളമായി ഞങ്ങളിങ്ങനെ ഈ ഒരു പരിപാടിയുടെ വിജയത്തിനായിട്ട് തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. വളരെ സ്കൂൾ കാലഘട്ടം എല്ലാവർക്കും അറിയാം. സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമാണ്. ആ ഒരു മനോഹരമായ കാലഘട്ടത്തിലേക്ക് ഈ ജീവിതത്തിൻ്റെ ഈ സായാഹ്ന വേളയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഈ മിക്കവാറും എല്ലാവരും തന്നെ ഒരു 58 വയസ്സായി കഴിഞ്ഞ ഞങ്ങൾക്ക് ആ ഒരു പഴയ ആ സ്കൂൾ അനുഭവം, സന്തോഷകരമായ സ്കൂൾ അനുഭവം ഈ ഒരു കൂട്ടായ്മയിലൂടെ ഉണ്ടായിരിക്കുകയാണ്. ആ ഒരു സന്തോഷകരമായ അനുഭവം, ഞങ്ങൾ അനുഭവിച്ച ആ സന്തോഷം നിങ്ങളോട്, അതായത് കുടുംബാംഗങ്ങളോട് കൂടി തന്നെ ഭാര്യമാരോടും അമ്മമാരോടും അച്ഛന്മാരോടും സഹോദരന്മാരോടും സഹോദരിമാരോടും കുട്ടികളോടും എല്ലാം തന്നെ ചേർന്ന് പങ്കുവെക്കുകയാണ് ഈ ഒരു വേദിയിൽ. അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു കുടുംബസംഗമയിലെ കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചില നമ്മളെ പരിപാടികളെന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഗെയിംസുകളെല്ലാമായിട്ട് ഒതുങ്ങിപ്പോയിരുന്നു. ഇപ്രാവശ്യം അതിലുപരിയായിക്കൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ ചില പ്രോഗ്രാം നമുക്ക് തന്നെ അവതരിപ്പിക്കണം. നമ്മളെ കഴിയുന്ന രീതിയിൽ. നമ്മളൊന്നും കലാകാരന്മാരല്ല, കലാകാരികളില്ല. BM83 സ്കൂൾ ബോയ്സ് ആയതുകൊണ്ട് കലാകാരികളില്ല. കലാകാരന്മാരല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ രീതിയിലൊരു തീരുമാനം എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ കലാപരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആസൂത്രണം ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഞങ്ങളെ പഴയ സ്കൂൾ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഒരു അനുഭവം നിങ്ങളോട് കൂടി പങ്കുവെക്കുകയാണെന്ന് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് പ്രേംകുമാറാണ്. നമ്മളെ സെക്രട്ടറി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും എൻ്റെ ഏറ്റവും അടുത്ത അയൽക്കാരനാണ് പ്രേമേട്ടൻ. ഒരുപാട് നന്മകളുടെ നിറകുടമാണ് പ്രേമേട്ടൻ. ആ പ്രേമേട്ടനോട് നമ്മൾ ഈ കാര്യം പറയുകയും പറയേണ്ട താമസം നമ്മളോട് തന്നെ ഓക്കെ ഞാൻ തയ്യാറാന്ന് പറയുക മാത്രമല്ല, നമുക്കിപ്പോൾ ഈ ചിട്ടപ്പെടുത്തി തന്ന സ്വാഗതഗാനം ചിട്ടപ്പെടുത്തി തരികയും അത് ഇപ്പം പാടി നിന്നിട്ടുള്ള കോറസായിട്ട് പാടിയ ആൾക്കാർക്ക് പഠിപ്പിച്ചു തരികയും, അങ്ങനെയാണ് നമ്മൾ വെറുതെ ചിട്ടപ്പെടുത്തി തരികയല്ല ചെയ്തത്, അത് പഠിപ്പിച്ച് തന്ന് നമ്മളെ ഈ വേദിയിൽ നമ്മളോടൊപ്പം തന്നെ ചേർന്ന് പാടി അവതരിപ്പിച്ച് തരികയും ചെയ്ത ആളാണ് പ്രേമേട്ടൻ. ആ പ്രേമേട്ടൻ എല്ലാവരും കയ്യിലെടുത്ത വളരെ നന്നായി. അതുകൊണ്ട് ആ പ്രേമേട്ടനെ ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരെയും ഹൃദയം ചേർത്തുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേമേട്ടനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രേമേട്ടനെ പറ്റി ഒരു കാര്യം ഔപചാരികത